ഹലോ നമസ്തേ, വെൽക്കം ടു ദ ടോക്ക് ഷോ ഓഫ് ജേർണലിസം സ്റ്റുഡൻസ്. ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് സച്ചിത, നിവേദ്യ, സെജ. ഇന്ന് ജൂലൈ 21 ചാന്ദ്രദിനം. എന്തുകൊണ്ടാണ് ജൂലൈ 21 ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത്? അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് നാസയുടെ അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനത്തിൽ 1969 ജൂലൈ 20 ചന്ദ്രോപരിതലത്തിൽ എത്തിയത്. ജൂലൈ 21 വാഹനത്തിൽ നിന്നും ചന്ദ്രനിലിറങ്ങി നടന്ന ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി. ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി എഡ്വിൻ ആൾഡ്രിനാണ്. മൈക്കൽ കോളിൻസ് അവരുടെ ഈഗിൾ എന്ന വാഹനം നിയന്ത്രിക്കുകയായിരുന്നു. ഇത് ഒരു മനുഷ്യന്റെ ചെറിയ കാൽവെപ്പ്, മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടവും എന്ന് നീൽ ആംസ്ട്രോങ്ങിനാൽ തന്നെ വിശേഷിക്കപ്പെട്ട ഈ സംഭവം മാനവ ചരിത്രത്തിലെ നാഴികക്കല്ലുകളിലൊന്നായി വിശേഷിക്കപ്പെടുന്നു. ജ്യോതിശാസ്ത്ര പഠനം, ബഹിരാകാശ ഗവേഷണത്തിന്റെ പ്രാധാന്യം, മനുഷ്യന്റെ ആദ്യ ചാന്ദ്രയാത്രയുടെ പ്രസക്തി എന്നിവ ജനങ്ങളെ ഓർമ്മിപ്പിക്കാനും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ഇവ സമ്പന്നമായ അവബോധം വളർത്തുവാനുമാണ് ഈ ദിവസം ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത്. ശാസ്ത്ര സംഘടനകളുടെ നേതൃത്വത്തിലും സ്കൂളുകളിൽ ശാസ്ത്ര ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിലും വിവിധ പരിപാടികൾ ഈ ലക്ഷ്യത്തോടെ നടത്തിവരുന്നു. നമ്മുടെ കുട്ടിക്കാലത്ത് നിലാവിനെയും നക്ഷത്രങ്ങളെയും നോക്കി നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ടാകും. ആകാശത്തിലെ ആ അത്ഭുത ലോകം എന്നും നമ്മളെ ആകർഷിച്ചിട്ടുണ്ട്. ചന്ദ്രനിൽ മനുഷ്യൻ ഇറങ്ങിയത് കേവലം ഒരു കാൽവെപ്പ് മാത്രമായിരുന്നില്ല. അത് മനുഷ്യന്റെ സാധ്യതകളുടെ അനന്തതയിലേക്കുള്ള ഒരു കുതിച്ചുചാട്ടമായിരുന്നു. ഈ നേട്ടം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമായി, പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക്. ശാസ്ത്രത്തോടും ഗവേഷണത്തോടുമുള്ള താല്പര്യം വർദ്ധിപ്പിക്കാനും പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് അവരെ പ്രേരിപ്പിക്കാനും ഈ ദിനം സഹായിക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചാന്ദ്രദിനത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. നമ്മുടെ രാജ്യം ബഹിരാകാശ ഗവേഷണ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയാണ്. ചാന്ദ്രയാൻ ദൗത്യങ്ങൾ ഇതിന് ഉത്തമ ഉദാഹരണമാണ്. ചാന്ദ്രയാൻ 1 ചന്ദ്രനിൽ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി ചരിത്രം കുറിച്ചു. തുടർന്ന് ചാന്ദ്രയാൻ 2ഉം ചാന്ദ്രയാൻ 3ഉം ഇന്ത്യയുടെ ബഹിരാകാശ ശക്തി ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിച്ചു. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യത്തെ രാജ്യമായി ഇന്ത്യ മാറിയപ്പോൾ ഓരോ ഭാരതീയനും അഭിമാനത്തിന്റെ നിമിഷങ്ങൾ. ഈ ചാന്ദ്രദിനത്തിൽ നാം ബഹിരാകാശ ശാസ്ത്രജ്ഞരെയും ഈ നേട്ടങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തികളെയും ഓർക്കുന്നു. അവരുടെ കഠിനാധ്വാനവും അർപ്പണബോധവുമാണ് ഇത്തരം വലിയ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ചത്. ഭാവിയിൽ ബഹിരാകാശ ഗവേഷണം കൂടുതൽ മുന്നേറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചൊവ്വയിലേക്കും മറ്റ് ഗ്രഹങ്ങളിലേക്കുമുള്ള യാത്രകൾ യാഥാർത്ഥ്യമാകുമ്പോൾ മാനവരാശിയുടെ അറിവും അനുഭവങ്ങളും കൂടുതൽ വികസിക്കും. ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യന് സ്വപ്നം കാണാനും ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനും കഴിയുമെന്നാണ്. എല്ലാ കുട്ടികൾക്കും യുവജനങ്ങൾക്കും ഈ ചാന്ദ്രദിനം പുതിയ സ്വപ്നങ്ങൾ കാണാനും ശാസ്ത്രത്തെ സ്നേഹിക്കാനും പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ചാന്ദ്രദിനത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ട് ഇന്ന് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി ഞങ്ങൾ ഇനിയും വരും. സൈനിങ് ഓഫ്. താങ്ക് യു.